പ്രഭാതഭേരി. കേരളം സ്പേസ് എക്കോണമി, ഡിജിറ്റൽ എക്കോണമി എന്നൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്തും റേഷനും ആതുര ശുശ്രൂഷ സൗകര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി നിബിഡ വനങ്ങളിലൂടെ മണിക്കൂറുകൾ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു ജനസമൂഹം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലുണ്ട്. ഗർഭിണിയെയോ പ്രായമായ ഒരു രോഗിയെയോ കൊണ്ടുപോകാൻ അയൽക്കാർ അവരെ ചാക്കുകൾ കൊണ്ടുള്ള സ്ട്രെച്ചറുകളിൽ കയറ്റി മണിക്കൂറുകൾ നടക്കേണ്ടി വരുന്നു. ആദിവാസി സമൂഹത്തിനായി സ്ഥാപിതമായ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ആദിവാസി സ്വയംഭരണത്തിന്റെ ഒരു മാതൃകയായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇടുക്കിയിലെ വനത്തിനുള്ളിൽ 26 ആദിവാസി കുടികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും അപ്രാപ്യമായ ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇടമലക്കുടി സ്കൂളില് കുറെ കാലമായിട്ട് പിള്ളേർക്ക് ഗ്രാന്റ് അനുവദിക്കാറില്ല. പൊതുപ്രവർത്തക വേലമ്മ. അതുപോലെ ഞങ്ങൾക്ക് റോഡ് മോശമായതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലെ പ്രസവ കേസോ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള സാധ്യതയില്ല. അതുപോലെ റേഞ്ചിന്റെ വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട്. കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ 1 മാസം 2 മാസം പിന്നെ അതുവരെ ഞങ്ങൾക്ക് വെട്ടമില്ല. ആനയുടെ ശല്യം ഞങ്ങൾക്ക് കൂടുതലാണ്. ഞങ്ങളുടെ ഏലത്തോട്ടം മുഴുവൻ ആന നശിപ്പിക്കും. ഇടമലക്കുടി പോസ്റ്റ് മാസ്റ്റർ കാന്തിരാജ്. കാൽനടയായിട്ടാണ് ഓരോ കുടിയിലേക്കും ലെറ്ററുകൾ, COD എന്നിവ കൊടുക്കേണ്ടത്. നെന്മൺകുടി, കൂടലാർകുടി, മുളകരക്കുടി, പരപ്പയാർ, നൂറടി എന്നിവിടങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഓരോ കുടികളിലേക്കും പുഴ കടന്നു പോകുന്നത് ഭയങ്കര പ്രയാസമാണ്. ഇടമലക്കുടി ഊരുമൂപ്പൻ അളകസ്വാമി. കൃഷിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ബെനസിൻ പിള്ളേർക്ക് വന്നിട്ട് ആധാരം വീടുകൾ കംപ്ലൈന്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. 26 ആദിവാസി കുടികളുള്ള ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ പലതിലേക്കും ഗതാഗത യോഗ്യമായ റോഡുകളില്ല. പെട്ടിമുടിയിൽ നിന്ന് ആളുകൾ ഇപ്പോഴും കാടുകളിലൂടെയും അരുവികളിലൂടെയും ചെങ്കുത്തായ ഭൂപ്രദേശങ്ങളിലൂടെയും കിലോമീറ്ററുകൾ നടന്നാണ് ഭരണസിരാ കേന്ദ്രമായ സൊസൈറ്റി കുടിയിലെത്തുന്നത്. പഞ്ചായത്തിനുള്ളിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികളെ വനപ്രദേശത്തിലൂടെ ചുമന്ന് മൂന്നാറിലേക്ക് കൊണ്ടുപോയാലേ ചികിത്സ ലഭ്യമാകൂ. മിക്കവാറും കുടികൾക്ക് റോഡില്ല, പാലമില്ല. കർഷകൻ മാരിമുത്തു. 23 കുടികൾക്കും കറണ്ടില്ല. കുടിവെള്ളം കുറെ തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് ഇനിയും പൂർണ്ണമായിട്ട് ശരിയായില്ല. വെള്ളവരക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് റേഷൻ കട. നൂറടിക്കുടി നിന്ന് വരുമ്പോ 2 തോട് കടന്നു വേണം ഈ റേഷൻ കടയിലേക്ക് എത്താൻ. ഇപ്പൊ പാലവും ഇല്ല, ഒരു സൗകര്യവും ഇല്ല. കൃത്യമായിട്ട് എല്ലാ മാസം റേഷൻ മേടിക്കാൻ പറ്റാറില്ല. ആശുപത്രി ഒന്നും അടുത്തില്ല. അവർ ആശ്രയിക്കുന്നത് മൂന്നാർ തന്നെയാണ്. ഇവിടെ കൂടലാർകുടിയിൽ നിന്ന് ആനക്കുളത്തേക്ക് ഒരു വഴിയുണ്ട് പാത. അപ്പൊ അതിലേക്ക് പ്രസവത്തിന് വേണ്ടി ഒരു സ്ത്രീയെ കമ്പിയിലൂടി കൊണ്ടുവന്നപ്പോ ഇടയ്ക്കിട്ട് പ്രസവിച്ചു. CDS ചെയർപേഴ്സൺ അമരാവതി. കൊണ്ട് മാറാൻ പറ്റാത്ത അങ്ങനെ ഫ്രണ്ടിയായി കിടക്കുകയാണ്. മൂപ്പന്മാര്, കിടപ്പ് രോഗികളുണ്ട്, അത് നോക്കാൻ ആളില്ലാത്തവരുണ്ട്. ആന വരുന്ന ഭാഗത്ത് മൊത്തം നമുക്ക് മുള്ളുവേലി അത് വലിച്ചു കെട്ടാനുള്ള ഒരു സഹായം ചെയ്തു തരണം. ഇപ്പൊ പഠിച്ച പിള്ളേർ ഒരുപാട് ഇടമലക്കുടിയിലുണ്ട്. അവർക്ക് ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മോഹൻദാസ്. 8 കിലോമീറ്ററുകൾ കാട്ടിലൂടെ നടക്കണം. അപ്പൊ അതില് 5-6 വയസ്സുള്ള പിള്ളേരെ ചുമന്നും ഇടയ്ക്കിടയ്ക്ക് നടത്തുകയും അങ്ങനെയാണ് പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. പല മേഖലയിലും രോഗികളെ ചുമന്നുകൊണ്ട് പോകുന്ന സംഭവമുണ്ട്. കാർത്തിക് എന്ന് പറഞ്ഞ 5 വയസ്സുള്ള കൊച്ച് സമയത്തിന് ചികിത്സ ലഭിക്കാതെ മരിക്കുകയും പഞ്ചായത്തിലൊരു ഫണ്ട് അനുവദിച്ചതായാൽ പോലും റിസർവ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അതിന്റെ അനുമതി കിട്ടാനായിട്ട് ഫോറസ്റ്റിന് വളരെയധികം താമസം വരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. വനാവകാശം ഒരു കൂട്ടം ഞങ്ങൾ കൂടി ഫോറസ്റ്റിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവരൊന്ന് നോക്കിയിട്ട് അത് NOC തരുമ്പോൾ നമ്മുടെ ഫണ്ടിന്റെ കാലാവധി കഴിയുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കാൻ, പാലങ്ങൾ നിർമ്മിക്കാനും വനവകുപ്പിന്റെ അനുമതി നിർബന്ധമായിട്ട് വരുന്നത് കൊണ്ടും NOCയുടെ കാലാവധി അവർ 1 വർഷത്തേക്ക് മാത്രം തരുന്നത് കൊണ്ടും വല്ല പ്രശ്നങ്ങളും ഈ വികസന പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഞാൻ ഒരു 7 കിലോമീറ്ററിലേക്ക് പാസ്സാകുകയും അതിന് BWD പണിയുകയും ചെയ്തിരുന്നു. അതും പാതി വഴിക്ക് അവിടെ ഇട്ടിച്ചേക്കാണ്. എനിക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ഇത്രയും എളുപ്പത്തിൽ ഫോൺ കിട്ടിയത് ഞാൻ ഈ അടിമാലി ടൗണിലായതുകൊണ്ടാണ്. എന്റെ വീട്ടിലെ പരിസരത്ത് പ്രദേശത്താണെങ്കിൽ ടവർ കെട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയെപ്പം നന്നായിട്ട് അതിന് ബാധിക്കുന്നുണ്ട്. അവർ സ്കാനിങ് ചെയ്തിട്ടാണ് ഈ പണി ഹാജരാക്കുന്നത്. അങ്ങനെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായതുകൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതി പോലും നിന്നുപോകുന്ന സാഹചര്യം അവിടെ വരുന്നുണ്ട്. സർക്കാർ ട്രൈബൽ LP സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് തുടർ പഠനത്തിനായി പഞ്ചായത്ത് വിട്ടുപോകണം. UP വിഭാഗത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും അധ്യാപകരെ നിയമിക്കാൻ ഫണ്ടില്ല. അവിടുത്തെ 1 തൊട്ട് 4 വരെയുള്ള
ക്ലാസ്സുകളിൽ. സമഗ്ര ശിക്ഷ കേരള മുൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറും സാമൂഹ്യ പ്രവർത്തകയുമായ സിന്ധു. ഒരു പ്രത്യേക ഉത്തരവ് പ്രകാരം 5, 6, 7 ക്ലാസ്സുകൾ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു, പക്ഷെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ SSK സംവിധാനം ഉപയോഗിച്ച് അധ്യാപകരെ നിയമിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ട് വരുന്നില്ല. അപ്പൊ ഫണ്ട് ഇല്ലെങ്കിൽ അധ്യാപകരെ നിയമിച്ചാൽ എങ്ങനെ ശമ്പളം കൊടുക്കും? കുട്ടികൾക്ക് ആധാർ ഇല്ല. ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗ്രാന്റുകൾ, ധനസഹായമൊക്കെ ലഭ്യമാകുള്ളൂ. അപ്പൊ പകുതിയിലധികം കുട്ടികൾക്കും ഗ്രാന്റ് കിട്ടുന്നില്ല. ഇടമലക്കുടിയിൽ 26 കുടികളുള്ളതിൽ സൊസൈറ്റി കുടിയിലാണ് സ്കൂൾ ഉള്ളത്. മുളകുതറ ഇന്ന് സൊസൈറ്റി കുടി വരെ വരാൻ 4:30 തൊട്ട് 5 മണിക്കൂർ വരെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഹോസ്റ്റലിൽ താമസിച്ച് മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റൂ. വർഷങ്ങളായി ഇടമലക്കുടിയിൽ താമസിച്ച് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ലൈബ്രറി സ്ഥാപിച്ച PK മുരളീധരൻ മാസ്റ്റർ 1999-ലാണ് ഇടമലക്കുടിയിൽ എത്തുന്നത്. 2012-ലാണ് അവിടെ ഞങ്ങൾ ലൈബ്രറി ആരംഭിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഏകാധ്യായ വിദ്യാലയമായിരുന്നു ഞങ്ങൾ അവിടെ ചെയ്തിരുന്നത്. അപ്പൊ ഈ കുട്ടികൾ 4ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഭവശേഖരണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പഠിച്ച ആ കാര്യങ്ങൾ മുഴുവൻ ഇവർ മറന്നു പോകുന്നത് കൊണ്ടാണ് അവിടെ ഒരു ലൈബ്രറി ആവശ്യമാണ്. ക്ഷയ ലൈബ്രറി എന്നായിരുന്നു TV ചിന്നത്തമ്പിയുടെ ചായക്കടയിലായിരുന്നു ഈ ലൈബ്രറി നമ്മൾ സ്ഥാപിച്ചിരുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആളുകൾ ഇങ്ങനെ വായിക്കാനും പുസ്തകങ്ങൾ എടുക്കാനും ഒക്കെ തുടങ്ങി. 2020 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇടമലക്കുടിയിലെ കുട്ടികൾക്ക് ആധാർ എടുക്കുന്നതിലെ ബുദ്ധിമുട്ടും അതിന്റെ ഫലമായി വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിലെ കാലതാമസവും വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ലാത്ത വിഷയമാണ്. ആയിട്ടുണ്ടെങ്കിലും ബിൽഡിംഗ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് ഈ അക്കാഡമിക് ഇയറിലെ കംപ്ലീറ്റ് ആണ്. മൂന്നാർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ശരവണൻ SSKയുടെ സഹായത്തോടെ ബ്രിഡ്ജി സ്കൂളായിട്ട് HSKയുടെ അധ്യാപകർ നിയമിച്ച് കൊണ്ടാണ് നടന്നു വരുന്നത്. നമുക്കുടിയാകുമ്പോൾ അവിടെ പോയി നിന്ന് താമസിക്കാനുള്ള ടീച്ചേഴ്സ് വളരെ കുറവാണ്. പിള്ളേർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഗ്രാന്റ് കിട്ടാൻ പറ്റും. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒന്നും അവർ രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തക്കച്ചടക്കം ഇടപെട്ട് അവിടുത്തെ പിള്ളേർക്ക് പഞ്ചായത്ത് വകയായിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ആ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ആധാർ പുതുതായിട്ട് എടുക്കാനായിട്ടുള്ള സംവിധാനം അത് വെച്ച് ഇതിനെ പിള്ളേർക്ക് ഗ്രാന്റ് കൊടുക്കാനുള്ള ഒരു ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇടമലക്കുടിയിലെ ഭരണം. വാക്സിനേഷൻ, ഇലക്ഷൻ ഡ്യൂട്ടി, പെൻഷൻ വിതരണം, വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ എല്ലാ സർക്കാർ പരിപാടികൾക്കും അസാധാരണമായ ആസൂത്രണം ആവശ്യമാണ്. ഇവിടെ 2400ഓളം ജനസംഖ്യയുണ്ട്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു. വനമേഖലയാണ്. അനുവദിച്ച റോഡ് ഇതുവരെയായിട്ടും പണി പൂർത്തിയായിട്ടില്ല. ഒരു രോഗിയെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഈ മഴക്കാലത്ത് റേഷൻ കടകൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുപോലെ ചില പാലങ്ങളില്ലാത്തതിനാൽ നിരവധി കുടികളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാനും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മിക്ക കുടികളിലും വെട്ടമില്ല. വന്യമൃഗത്തിന്റെ ശല്യത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഈ കഷ്ടപ്പാടുകളെ നികത്താൻ കഴിയില്ല. കാരണം ഈ പാലം, റോഡൊക്കെ വലിയ ഫണ്ടുകളാണ്. ഇതിലേക്ക് ചില പ്രത്യേക ഫണ്ടുകൾ അനുഭവിച്ചാലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് നികത്താൻ കഴിയുള്ളൂ. നമ്മൾ പഞ്ചായത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു. ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ റീച്ചിന്റെ പണി ഏകദേശം തീരാറായി. ഇനി ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ റീച്ചിനുള്ള വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി വനം വകുപ്പ് അതിന്റെ യൂസർ ഏജൻസിയായ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വനം വകുപ്പിന് അതിന്റെ ബാധ്യതകളൊന്നും തന്നെ ഇല്ല. മറ്റ് വികസന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന അപേക്ഷകളിലെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അംഗൻവാടികളുടെ നിർമ്മാണം, അതുപോലെ ഹോസ്റ്റലിന്റെ നിർമ്മാണം, ഹോസ്പിറ്റൽ നിർമ്മാണം, ചെറിയ ചെറിയ കലുങ്കുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, അതിനാവശ്യമായ വനഭൂമി വനാവകാശ നിയമപ്രകാരം നൽകിയിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ ഒരു 3 സ്ഥിരം ജീവനക്കാരും 5ഓളം വാച്ചർമാരെയും വെച്ച് നമ്മളൊരു ഇന്റേണൽ RRT തുടങ്ങി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അവർക്കുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് സേവനവും ഈ ഇടമലക്കുടിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് പോയി രോഗിയെ എടുത്ത് അവർ പറയുന്ന ഹോസ്പിറ്റലിൽ വനംവകുപ്പ് തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്തായി മാറി ഏകദേശം 15 വർഷം കഴിഞ്ഞിട്ടും ഇടമലക്കുടി പ്രതീക്ഷയുടെയും നിറവേറ്റപ്പെടാത്ത ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായി തുടരുന്നു. ഗവൺമെന്റുകൾ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുകയും വർഷങ്ങളായി ഗണ്യമായ ഫണ്ടുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾ ഇപ്പോഴും ഔദ്യോഗിക മുൻഗണനാ പട്ടികകളിൽ ആധിപത്യം പുലർത്തുന്നു എന്ന വസ്തുത തന്നെ നടപ്പാക്കലിലെ ആലസ്യം വ്യക്തമാക്കുന്നു. ഇടമലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മുടെ സജീവ പരിഗണനയിലുണ്ട്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. നമ്മൾ നേരിട്ട് പോവുകയും അവിടുത്തെ വിഷയങ്ങൾ നമുക്ക് അറിയാമെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ വകുപ്പിന് നേരിട്ട് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. കാരണം എപ്പോഴും നമ്മൾ വികസനത്തിന്റെ
ചെലവഴിച്ച തുകകളുടെയൊക്കെ കണക്ക് നോക്കുമ്പം എല്ലാവരുടെയും കൂടുതൽ തുകകൾ ചെലവഴിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പലപ്പോഴും അർഹരായവരുടെ കൈകളിലേക്ക് അത് എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം ശ്രദ്ധയിൽ തീർച്ചയായിട്ടും പെട്ടിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ നീതി കിട്ടാത്ത ആളുകൾക്ക് നീതി കിട്ടുക, അത് എത്രയും സമയബന്ധിതമായിട്ട് ആ നീതി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം, വകുപ്പിന്റെ നയം അത് തന്നെയാണ്. അപ്പൊ അത് ഇടമലക്കുടിയുടെ കാര്യത്തിലും നമ്മളത് കൃത്യമായിട്ട് പഠിക്കുകയും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഇത് വകുപ്പ് മാത്രമായിട്ടുള്ള വിഷയങ്ങളും അല്ല, അതിൽ പല വകുപ്പുകളുടെയും കോർഡിനേഷൻ കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇടമലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അടിയന്തര ശ്രദ്ധ കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുത്താൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും വകുപ്പ് ആവിഷ്കരിക്കും. ഇടമലക്കുടിയിൽ കുട്ടികളിപ്പോഴും ആധാർ കാർഡിനായി കാത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾ മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു. കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. അവരുടെ കാത്തിരിപ്പ് പേപ്പർ പ്രഖ്യാപനങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടില്ല. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനിയെങ്കിലും കേരളത്തിന് കഴിയേണ്ടതുണ്ട്. പ്രഭാതഭേരി